ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ചുനക്കരയിൽ നിന്നും ഇഷ്ടപ്പെട്ടു ജ്യോതി എൽസ ജെയിംസ്. ചുനക്കരയിൽ നിന്ന് വരുന്നു. ഫുൾ പേര് ഒന്നുകൂടെ പറയൂ. ജ്യോതി എൽസ ജെയിംസ്. ജ്യോതി എൽസ ജെയിംസ്. പൊതുവെ മലയാളികൾ 80% പേർക്ക് 2 പേരേ ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ചുകൂടെ പ്രതിഭയുള്ളവർക്ക് മാത്രമേ 3 പേരുണ്ടാവുള്ളൂ. സാഗർ, എലിയാസ്, ജാക്കി എന്നൊക്കെ പറയുന്നത് ജ്യോതി എൽസ ജെയിംസ് 3 പേര് അല്ലേ? എൽസ എന്നുള്ളത് ആരുടെ പേരാണ്? ഗ്രാൻഡ് മദറിന്റെ പേരാണ്. ജെയിംസ് അച്ഛന്റെ പേരാണ്. ചുനക്കരയിൽ നിന്ന് പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. ആരാന്നറിയാമോ? ചുനക്കര രാമൻകുട്ടി എഴുതിയൊരു പാട്ട് പറയൂ. ഒരെണ്ണെങ്കിലും അല്ല, എന്നാലും ഒരാളുടെ പേര് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു പാട്ടെങ്കിലും അറിയട്ടെ. കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ജ്യോതിയെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറയണമെന്നുണ്ട്. എന്നാ അത് പറയൂ. ജ്യോതിയുടെ സ്ഥലം സത്യത്തിൽ ആദ്യം നമുക്ക് തന്നിരുന്നത് എറണാകുളം എന്നാണ്. പക്ഷേ എറണാകുളം എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടാണ് പോലും. എന്താണ് ജ്യോതിക്ക് എറണാകുളം എന്ന് പറയുന്ന നാണക്കേട്? അല്ല, ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താ. പിന്നെ നമ്മുടെ സ്വദേശമാണല്ലോ നമ്മുടെ ഒരു ഐഡന്റിറ്റി. അതെ അതെ അതെ. അതുകൊണ്ട് ചുനക്കര. അല്ലല്ലല്ല, ഇതൊന്നുമല്ല അതിന്റെ കാര്യം. പിന്നെന്താ കാര്യം? ജ്യോതി ആക്ച്വലി പറഞ്ഞ എന്താണെന്നറിയോ, ജ്യോതിയുടെ അച്ഛൻ അത് ഇഷ്ടമല്ല. പിന്നെ ഈ എറണാകുളത്തു നിന്നൊക്കെ പറഞ്ഞ കല്യാണം മുടങ്ങി പോകുന്നു. സോറി കേട്ടോ, ഞാൻ കാരണം കല്യാണം മുടങ്ങി പോയാൽ എനിക്ക് അതങ്ങനെ എറണാകുളത്ത് നിന്ന് ഞാൻ കല്യാണം മുടങ്ങോ? അതെനിക്ക് ഇതുവരെ അതിന്റെ സിസ്റ്റം എന്താണത് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ നന്ദിനി ഇങ്ങനെ ഇല്ലാത്ത പറയുന്നത്? ഈ കല്യാണം സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടോ? എത്ര പെണ്ണ് കാണൽ കഴിഞ്ഞു? ഒരു പെണ്ണ് കാണൽ പോലും കഴിഞ്ഞില്ല. ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് പുള്ളി നിങ്ങൾക്ക് 2 പേർക്ക് മാത്രം സംസാരിക്കാൻ 5 മിനിറ്റ് തരുമല്ലോ. അതിനൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഒരാൾ വന്ന് നോക്കിയിട്ട് അങ്ങ് ഓടിപ്പോയോ? ഇല്ല, വീട്ടുകാരാണല്ലോ സംസാരിക്കുന്നേ. നിങ്ങൾ പെണ്ണ് കാണാൻ വീട്ടിൽ വന്നോ? ആള് വന്നു. അപ്പൊ ആ ചായ കൊണ്ടൊക്കെ വന്നോ? ഒന്ന് ചായ കൊണ്ടൊന്ന് ഞാനൊന്ന് പ്ലീസ്. എന്റെ ഒരു ആഗ്രഹം പ്ലീസ്. എന്റെ പെണ്ണുകളിൽ അങ്ങനെയൊന്നും അല്ല നടന്നത്. അതുകൊണ്ടാ പറഞ്ഞു. ഞാനിവിടെ പെണ്ണ് അവിടെ നിന്ന് ചായ പ്ലേറ്റ് പിടിച്ചോണ്ടോ കേട്ടോ. ഇത് പെണ്ണ് ചെറുക്കൻ്റെ അമ്മ കേട്ടോ. കുട്ടി ഏതുവരെ പഠിച്ചു? MBA. ചായ അമ്മ ഇട്ടതാണോ മോളിട്ടതാണോ? അമ്മ ഇട്ടതാ. കുട്ടി പാടുമോ? ഇല്ല. ഇല്ല. ചായ ഇടാൻ അറിയാവോ? പിന്നെന്താ അമ്മ ഇട്ട ചായ കൊണ്ടുവന്നു? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അമ്മയും കിട്ടും. എങ്ങനെയുണ്ട്? എന്നെ ഇഷ്ടപ്പെട്ടോ? പറയൂ. വീട്ടുകാര് തീരുമാനിക്കും. അയ്യോ അമ്മടോ ഉണ്ടോ നിന്നോളൂ. അടുത്ത ആള് വിളിക്കും. വീട്ടുകാർ തീരുമാനിക്കട്ടെ എന്താവുന്നുള്ളത്. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കുമാരപുരത്ത് നിന്നും രാഹുൽ കൃഷ്ണൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എപ്പിസോഡൊക്കെ കാണാറില്ലേ? തീർച്ചയായിട്ടും. ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കണ്ടസ്റ്റൻസിനുള്ള പോലത്തെ കോൺഫിഡൻസ് എനിക്കുണ്ട്. ജയിക്കും. ജീവിതത്തിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് പോയ സമയം ഏതാ? കോൺഫിഡൻസ് കേട് വന്ന സമയം എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വരുമ്പോഴാണ്. എല്ലാ കുട്ടികളും നോക്കുമ്പോൾ പാസ്, നമ്മൾ നോക്കുമ്പോൾ ഫെയിൽ. ജയിച്ചില്ലേ? എന്നിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സപ്ലിമെന്റേഷൻ കോഴ്സിലാണ്. എത്ര എണ്ണം സപ്ലി ഉണ്ട്? അതിപ്പോ എണ്ണി പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2012 കയറിയാണ്. വെരി ഗുഡ്. പഞ്ചവത്സര പദ്ധതിയാണ്. ഗവൺമെന്റ് പദ്ധതി ഇടുന്ന പോലെ കുറെ വർഷങ്ങളോളം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സമയം കിടക്കില്ല, നമുക്ക് എഴുതിയെടുക്കാം. പക്ഷേ രാഹുൽ കൃഷ്ണൻ ഒരു സ്പോർട്സ് പേഴ്സണും കൂടിയാണ്. എന്തിനാണ് ഇത്രയും കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ക്രിക്കറ്റിൽ വളരെയധികം ടീമൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്? ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് ടെന്നീസ് ബോൾ ടൂർണമെന്റ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജ് ഇന്റർ കോളേജ് ലെവലിൽ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കളിച്ചു നടന്ന ഫെയിലായി പോയതാ അല്ലേ? തീർച്ചയായിട്ടും. കളി നല്ല ജീവിതം ഇപ്പൊ മനസ്സിലാക്കുന്നു. പഠിത്തമാണ് ആവശ്യം. ആധുനിക ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഒരു ക്രിക്കറ്റ് കളിക്കാരനല്ലേ? ക്രിക്കറ്റ് കളിയുടെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതെ, എന്റെ ചോദ്യം ആധുനിക ക്രിക്കറ്റ് കളിയുടെ പിതാവ് ആര്? അതെനിക്കറിയില്ല. WG ഗ്രേസ് എന്നാണ് ആ പുള്ളിക്കാരന്റെ പേര്. ഒരു സായിപ്പാണ്, ഇംഗ്ലണ്ടുകാരനാണ് കേട്ടോ. ഇനി എവിടെയെങ്കിലും ചോദിച്ചാൽ ഇത് പറയണം, വലിയ ഇത്രയും താടിയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. WG ഗ്രേസ്. ഓക്കെ ചെന്നോളൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പരവൂരിൽ നിന്നും രഞ്ജന രവീന്ദ്രൻ. രഞ്ജന നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു. പുള്ളി എത്ര പലിശ മേടിക്കുന്നുണ്ട്? അല്ല, പുള്ളിയല്ല പലിശ വാങ്ങിക്കുന്നത്. പലിശ മേടിക്കുന്നത് ഇത് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ് ആണ്. മൈക്രോ ഫിനാൻസ് ആണ്. ബാങ്ക് അതല്ല, ഫിനാൻസ് ആണ്, ബാങ്ക് അല്ല. കടം പലിശക്ക് കൊടുക്കും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഭർത്താവിന്റെ പേരെന്താ? മനോജ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങോട്ട്. പുള്ളിക്ക് ഇച്ചിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. വിജയ് മല്ലയ്യ എന്നാണ് പേര്. പുള്ളിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം കേട്ടോ.
എങ്ങോട്ട് മാറി നിന്നോളൂ. നെക്സ്റ്റ് തലശ്ശേരിയിൽ നിന്നും നിവാസിറ്റി. സെറീന വില്യംസ് എന്ന് പറയുന്ന നമ്മുടെ ടെന്നീസ് താരത്തിന്റെ ഛായ നിങ്ങൾ കൊണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞല്ലോ, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് പേരൊന്നും പറഞ്ഞില്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അത് ആരാ പറഞ്ഞത്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ എന്റെ ഫ്രണ്ട് നെയ്ബറിന്റെ ഫ്രണ്ടാ, ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള. ശ്രീത്ത്. നമ്മള് ചെറുപ്പത്തിലെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ നിങ്ങളപ്പോ ചെറുപ്പത്തിലെ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അതാണ് എനിക്കിപ്പോ പിടുത്തം കിട്ടിയ പുതിയ വാർത്ത അല്ലേ? ചെറുപ്പം മുതൽ ഈ ചായ ഉണ്ട് എന്നുള്ളതാണ്. അതെ. അപ്പൊ എന്ത് പറഞ്ഞു? ശ്രീത്ത് ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിപ്പോ, ഹലോ നിങ്ങൾക്ക് സെറീന വില്യംസിന്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതെങ്ങനെയായിരുന്നു അത്? ഡാൻസ് കളിക്കുമ്പോ ഇങ്ങനെ കുണ്ടക്കം മുടിയൊക്കെ കെട്ടിട്ടല്ലേ. എന്ത് കുണ്ടക്കം കെട്ടിയിട്ടോ? എന്താണ് നിങ്ങളുടെ അതിനെന്താ പേര് സാധനത്തിന് കേട്ടത്? മുടി വാരി കെട്ടി. വാരി കെട്ടി നല്ല ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ പേര് പറ. കുണ്ടക്ക് കെട്ടിയിട്ട്. അത് നല്ല പുതിയ അറിയാം. ഇവരുദ്ദേശിക്കുന്നത് നമ്മുടെ മധ്യ കേരളത്തിലെ കൊണ്ട കെട്ടുക എന്ന് പറയില്ല. നമ്മുടെ അണ്ണൻ കാക്ക കൊണ്ടക്കാരി എന്നുള്ള പാട്ടിൽ പറയുന്ന കൊണ്ടക്കാണ് ഇവർ കുണ്ടക്ക് എന്ന് പറയുന്നത് അല്ലേ? കുണ്ടക്ക് അതെങ്ങനെയൊന്ന് കെട്ടാമോ? കുണ്ടക്ക് കെട്ടാമോ? മുടിയൊക്കെ മാറിപ്പോ. അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ബ്യൂട്ടി കോൺടെസ്റ്റ് അല്ലേ നടക്കാൻ പോണത്. ഒന്ന് തിരിഞ്ഞു എന്നിട്ട് കുണ്ടക്ക് കെട്ടിക്കൊന്ന് നോക്കട്ടെ. ഓ ഈ മുടിയിൽ സിംഹമൊക്കെ ഉണ്ടോ? വളർത്തുന്നുണ്ടോ? അല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഒന്നുകൂടെ തിരിഞ്ഞ് കുണ്ടക്ക്. എല്ലാരും നോക്കിക്കോളൂ. ഇതാ കുണ്ടക്ക് കെട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ആ പൊന്തിച്ചിട്ട് പണ്ട് റിമിറ്റോമി കെട്ടിക്കൊണ്ടിരുന്ന പോലെ അതിന്റെ പേരാണ് കുണ്ടക്ക് അല്ലേ? ഇതൊരു നമ്മൾ അടുത്തതിന്റെ ഒരു ശരിയോ തെറ്റോ റൗണ്ടിൽ ഞാൻ ചോദിക്കും. മുടി പൊന്തിച്ച് കെട്ടെന്നെ കുണ്ടക്ക് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? പിള്ളേർ മുഴുവൻ തെറ്റെന്ന് പറയും, ഉത്തരം ശരിയാണെന്ന് പറയും. ഇത് ഞാൻ ഇട്ട് തെളിവ് ആണാ? അപ്പൊ നമുക്ക് പിന്നെ നിവ എന്നല്ലേ പേര്? എന്നാലൊരു പാട്ടിൽ നിവയെ പറ്റി പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതേതാ പടം അറിയാമോ? സെറീന മധുരോത്സവം കേട്ടോ. മേലെ പൂമല എല്ലാരും പറയും മേലെ പൂമല താഴെ തേനല കാറ്റേ വാ താഴലലലലേ കാറ്റേ വാ നിവാ നിവാ. ഇനി അടുത്ത ആള് വരട്ടെ. മങ്കാവ് കോമേരിയിൽ നിന്നും രാകേഷ്. ഇത് ശരിക്കും മലപ്പുറം ഭാഗത്തിറങ്ങുന്ന നല്ല ഉഗ്രൻ ആൽബത്തിൽ അഭിനയിക്കാൻ പറ്റിയ ഒരാളാണ് ഈ നിൽക്കുന്ന ആര് അല്ലേ? ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഫ്രീലാൻസ് മോഡലാണ്. അതെ ശരി. അപ്പൊ എന്തിന്റെയൊക്കെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഫുഡ്വെയർ പിന്നെ അതില് മോഹം വേണ്ടല്ലോ, കാല് മാത്രം കാണിച്ചാൽ മതി. അതല്ലേ പരിപാടി? മുഖമുള്ള ചെയ്തു. പിന്നെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ജെൻസിന്റെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മോഡലിംഗ് ഒരു ചെറിയ സാധനം തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യണ്ടേ? ഈ വാച്ചിന്റെ പരസ്യം നിങ്ങൾ തന്നെ അഭിനയിക്കും. ഈ വാച്ചിന്റെ പേര് രാജേഷ് വാച്ചുകൾ. രാകേഷ് അപ്പോ കൃത്യസമയത്ത് കൃത്യമായി ഉണരാൻ കൃത്യമായി ബെല്ലടിക്കുന്ന രാജേഷ് വാച്ചുകൾ കയ്യിൽ കെട്ടു സമയം കൃത്യസമയത്ത് കൃത്യമായി ബെല്ലടിക്കാൻ കൃത്യമായി ഉണരാൻ രാജേഷ് വാച്ചുകൾ കയ്യിൽ കെട്ടു സമയം അറിയൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ 5 മത്സരാർത്ഥികളും ഇവിടെ വന്നു കഴിഞ്ഞു. ഈ 5 മത്സരാർത്ഥികൾ നമുക്കറിയാം ഒരാൾ ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ തന്നെ ഔട്ടാവും. നന്ദിനി പ്ലേറ്റ് കൊടുക്കൂ. നിങ്ങൾക്ക് ആരെ ഔട്ടാക്കണമോ അയാളുടെ നമ്പർ എഴുതുക. ഒന്നിൽ കൂടുതൽ തവണ നമ്പർ വരുന്ന ആൾ ഇവിടെ ഔട്ടാവും. സ്വന്തം നമ്പർ എഴുതാതിരിക്കുക. എഴുതിക്കോളൂ. തിരിച്ചോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും മോശമായിട്ട് വർത്താനം പറയുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്തോ? എല്ലാവരും ഒരുപോലെ തന്നെ സ്നേഹത്തോടെ പെരുമാറി എല്ലാവരോടും. ആരും നമ്മളെ ഔട്ടാക്കൂല എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു.
അങ്ങനില്ല, ആ പിന്നെ സാധാരണ കളിയല്ലേ ഇത്, എല്ലാരും അറിഞ്ഞോണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വിഷമം തോന്നുന്നുണ്ടോ? കുറച്ച് കുറച്ച് എന്നാ അവിടെ പോയി നിന്നു. ആ സ്ലേറ്റ് അവിടെ കൊടുത്തിട്ട് അവിടെ പോയി നിന്നോളാം. നിങ്ങൾ 4-ൽ ഒരാളാണ് ഔട്ട്. അതാരാണെന്ന് സ്വയം തോന്നിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വാച്ചിന്റെ പരസ്യമാണോ? സുന്ദരനായ എന്റെ അസൂയ ഉണ്ടായിരിക്കും. അറിയില്ല. അറിയില്ല. നിങ്ങളാണ് ഔട്ടായതെങ്കിൽ നിങ്ങൾ കരയോ? ആ കടന്നു കാര്യം. കിടന്ന് കരയോ? എന്നാ ഇവിടെ നിന്ന് കിടന്ന് കരഞ്ഞു. എന്നിട്ട് ഇനി ബാക്കി ആ സ്ലേറ്റോട്ട് വാ. നിങ്ങൾ ഇവിടെ ഇറങ്ങി. ഞാൻ കരയില്ല, കരയാറില്ല. എന്നാലും ഇവിടെ നിന്ന് കിടന്ന് കരഞ്ഞു. പായസത്തിൽ കശുവണ്ടി കിടക്കുന്നില്ലെന്ന് കിടന്നിട്ടൊന്ന് കരഞ്ഞു. പായസത്തിൽ കശുവണ്ടി ഇങ്ങനെ വിളഞ്ഞിടക്കും. അതുപോലെ വീണ്ടും അതേ ചുമ. കരയുന്നില്ലല്ലോ, ഞാൻ മാത്രമേ കരയുന്നുള്ളല്ലോ. ഒരാൾ കരഞ്ഞില്ലേ? ഒരാളെ കൊള്ളാം കേട്ടാ. നിങ്ങള് ഒരിക്കലും മരിച്ച വീട്ടിലൊന്നും പോയി നിൽക്കരുത്. നിങ്ങൾ കരണ കണ്ടിട്ട് ബോഡി എടുത്തിരിക്കുന്ന അവരൊരു ചിരിച്ചു പോകും കേട്ടാ. ഇതാ ഇത് പിടിച്ചോളൂ, അവിടെ പോയിരുന്നോ. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക. ഇനി 3 പേരിൽ ഒരാളാണ് ഔട്ട്. എടോ, താൻ എന്നെ പെണ്ണ് കണ്ടല്ലേ? എന്നിട്ട് എന്താ ഇത്ര തല വെച്ചിരിക്കുന്നത്? ഇപ്പോഴും നാണം മാറിയില്ലേ? ചുനക്കര മുകേഷ് സാറിന്റെ നാടാണ്. ആ, അതൊരു ഭീഷണിയാണോ? അതെ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, അങ്ങ് ചുരക്കരയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി സസ്പെൻസ് വലിച്ചു നീട്ടുന്നത് ശരിയല്ല. നിങ്ങൾ 2 പേരും അങ്ങോട്ട് പോവുക. എൻ്റെ കൊണ്ട കൂട്ടുകാരി ഇങ്ങോട്ട് വരിക. എല്ലാവരും കൂടി എഴുതിയത് കൊണ്ട കൂട്ടുകാരിയുടെ പേരാണ്. 5-ാം നമ്പർ ആണ് എല്ലാവരും എഴുതിയത്. ഒരാൾ ഒഴികെ എല്ലാവരും കൊണ്ട കൂട്ടുകാരിയുടെ പേരെഴുതി. ആ എഴുതാത്ത ആള് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം എഴുതിയില്ല. എന്താണ് ഇവരോട് പറയാനുള്ളത്? എഴുത്തമ്മ ആ, ഈ വേദിയിൽ വരാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുന്നത് തന്നെ. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റനോട് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുക. ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ഇതിനെ വിജയ്. ആരെങ്കിലും പ്രാകാനോ അങ്ങനെല്ലാം തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. പേരെഴുതാത്തവൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പേരെഴുതാത്ത ആൾക്ക് കിട്ടണമെന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും ആര് ജയിച്ചാലും നമ്മൾ ഔട്ടായി. നമ്മൾ ഔട്ടായി. നന്ദിനി, ഈ കുട്ടിക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കും.